ഹായ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് ജീപ്പിൽ പോകുന്ന വിഷ്ണുവിനെ കമലൻ ഫോൺ ചെയ്യുകയാണ്. ആശാനെ, എവിടാണ്? പെട്ടെന്ന് ഇങ്ങോട്ട് വരണമല്ലോ. എന്താടാ, എങ്ങോട്ട് വരണമെന്ന്? അതെ, പെട്ടെന്ന് ഇവിടെ ഒരു എമർജൻസി. എന്തോന്ന് എമർജൻസിയാ? അതെ, എന്ന് വെച്ചാൽ എമർജൻസി എമർജൻസി എന്ന് പറയുകയാണ് കമലൻ. എമർജൻസി ഒന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് വിഷ്ണു. കമലൻ പറയുകയാണ്, ആശാനെ അത് വിട്. ആശാനെ, അത് അത്യാവശ്യം. ആശാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ ഏട്ടത്തിയമ്മ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ട് പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ് വിഷ്ണു. ശാലിനിക്ക് അപകടമോ? എന്തോന്ന് അപകടമാടാ? അത് ആ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ റഷീദിന്റെ ഓട്ടോയുമായി ഏട്ടത്തിയമ്മയുടെ സ്കൂട്ടി മുട്ടി. ഏട്ടത്തിയമ്മയല്ലേ ആള്, വിട്ടുകൊടുക്കുമോ? ഇവിടെ ഇപ്പോൾ ചില ലഹളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാതെ കയ്യാങ്കളി തുടങ്ങും. ആശാൻ വന്നില്ലെങ്കിൽ ഏട്ടത്തിയമ്മയുടെ കട്ടപ്പടവും മുടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. എവിടെയാ ഈ സംഭവം? ഈ സ്ഥലത്തിന്റെ പേര് പറയടാ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് വിഷ്ണു. ചരിഞ്ഞു കിടന്ന സ്കൂട്ടി നേരെ എടുത്തു വെക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരൻ ശാലിനിയുടെ സ്കൂട്ടിയിൽ നിന്നും താക്കോൽ ഊരിയെടുക്കുകയാണ്. ശാലിനി ചോദിക്കുകയാണ്, ഏയ് എന്താ ഇത്? എന്തായി കാണിക്കുന്നത്? അതെ, ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. ശാലിനി പറയുകയാണ്, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് സമാധാനമാണ്? ഇയാളല്ലേ റോങ് സൈഡ് കയറി വന്നത്. ഒരല്പം തെറ്റിയിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകാമായിരുന്നു. ആളെ വിട് ചേട്ടാ, എനിക്ക് പോണം, അതിങ്ങിതാ എന്നും പറഞ്ഞ് താക്കോൽ ചോദിക്കുകയാണ് ശാലിനി. പെട്ടെന്ന് റഷീദിന്റെ കൂട്ടാളി ശാലിനിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, അങ്ങനെ നീ പെട്ടെന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. അത് നോക്കി നിൽക്കുകയാണ് കമലൻ. ഇക്കയുടെ വണ്ടി കുറെ ഉരഞ്ഞിട്ടുണ്ട്, അതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ട് നീ പോയാൽ മതി. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, കയ്യിൽ നിന്നും പിടിവിട്. വിട്ടില്ലെങ്കിൽ ഇത് ആരാണെന്ന് അറിയാമോടി നിനക്ക്? സ്റ്റാൻഡിലെ ഓട്ടോ റഷീദ് ആരാണെന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. നെഞ്ചത്ത് വണ്ടിയും കൊണ്ട് കയറ്റിയിട്ട് ഡയലോഗ് അടിക്കുന്നോ? മര്യാദയ്ക്ക് കാശെടുത്ത് കൊടുത്തിട്ട് പോടി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് റഷീദിന്റെ കൂട്ടാളി. അയാളുടെ കൈ പിടിച്ചു മാറ്റിയിട്ട് ആ കൂട്ടാളിക്ക് കരണകുറ്റി നോക്കി ഒന്ന് കൊടുക്കുകയാണ് ശാലിനി. അത് കണ്ട് റഷീദ് എടിയെന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. കാശ് തന്നിട്ട് പോയാ മതിയടി എന്നൊക്കെ അയാൾ പറയുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വിഷ്ണുവിന്റെ വണ്ടി വരികയാണ്. വിഷ്ണുവിന്റെ വണ്ടി വരുന്നത് കണ്ട് റഷീദ് ശാലിനിയുടെ കൈ വിടുകയാണ്. വിഷ്ണു ചോദിക്കുകയാണ്, എന്താ റഷീദക്ക പെരുവഴിയിൽ ഒരു നാടകം കളി? വിഷ്ണു, ഇത് വിഷയം വേറെയാണ്, നീ ഇടപെടേണ്ട ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? ഇത്രയും പറഞ്ഞ ശേഷം സ്കൂട്ടി കാണുകയാണ് വിഷ്ണു. വിഷ്ണു ചോദിക്കുകയാണ്, അയ്യോ, ഇതാരാ ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നത്? ഭംഗിയുള്ള സാധനമല്ലേ ഇത്? കമല വാട എന്നും പറഞ്ഞ് കമലിനെയും കൂട്ടി സ്കൂട്ടി നിവർത്തി വെക്കുകയാണ് വിഷ്ണു. റഷീദ് പറയുകയാണ്, അതെ വിഷ്ണു, ഇവളെന്റെ ഓട്ടോയിൽ വന്ന് തട്ടി, എന്നിട്ട് കാശ് തരാതെ പോകാനുള്ള പരിപാടിയാണ്. പെട്ടെന്ന് അവിടേക്ക് വന്ന് ശാലിനി പറയുകയാണ്, ഇയാളാണ് റോങ് സൈഡിൽ വന്ന് തട്ടിയത്, എന്നിട്ട് കാശ് വേണമെന്ന് പറയുകയാണ്. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, എന്റെ ഇക്ക, വണ്ടിയുടെ കിടപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ ആരാണ് റോങ് സൈഡിൽ വന്ന് കയറിയതെന്ന്? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പറയൂ, റഷീദയ്ക്ക് എന്താണ് വേണ്ടത്? വണ്ടിയുടെ പെയിന്റ് പോയി, അതിനൊരു 15,000 രൂപ വേണം. മൊത്തം റീപെയിന്റ് ചെയ്താലേ പറ്റൂ. എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് ഓട്ടോ പോയി നോക്കുകയാണ് വിഷ്ണു. ഈ വണ്ടി ആക്രിക്കടയിൽ തൂക്കി വിറ്റാൽ കിട്ടില്ലല്ലോ റഷീദക്ക 15,000 രൂപ. പിന്നെന്തിനാ കാശ് ചോദിക്കുന്നത്? നിങ്ങളുടെ വീട് പെയിന്റ് അടിക്കാനുള്ള കാശ് കൂടി ഇതിന്റെ കൂടെ അങ്ങ് ചേർത്തു അല്ലേ? ആ താക്കോലിങ്ങതാ എന്ന് പറയുകയാണ് വിഷ്ണു. പക്ഷെ താക്കോല് കൊടുക്കാതെ ബലം പിടിക്കുന്ന റഷീദിൽ നിന്നും താക്കോൽ പിടിച്ചു വാങ്ങുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, ബലം പിടിക്കല്ലേ. താക്കോല് ശാലിനിക്ക് കൊടുത്തിട്ട് വിഷ്ണു പറയുകയാണ്, ദാ ശാലിനി, നീ വണ്ടി എടുത്ത് പൊയ്ക്കോ. അവിടെ നിന്ന് ആൾക്കാരെ നോക്കി വിഷ്ണു പറയുകയാണ്, അതെ, അപ്പോഴേ ഇവിടത്തെ ഷോയൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും പിരിഞ്ഞു പോകാം. വിഷ്ണുവിന്റെ ഈ പ്രവൃത്തികളെ കണ്ട് റഷീദിന്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഇക്ക എന്താ പഴം വിഴുങ്ങി നിൽക്കുവാണോ? അവൻ ഏത് സൂപ്രണ്ടായാലും വിടരുതവനെ. നിക്കടി എവിടെ നിൽക്കാൻ എന്ന് പറയുകയാണ് അയാൾ ശാലിനിയോട്. റഷീദിനെ നോക്കി വിഷ്ണു ഇക്ക സോറി എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് തലങ്ങും വിലങ്ങും ഇടിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ശാലിനിയും കമലനുമൊക്കെ. അതിനുശേഷം അയാളെ റഷീദിന്റെ തോളിലേക്ക് തള്ളിയിടുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, പയ്യൻ എന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ്, ഇക്ക സമയം കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. പിന്നെ ഇക്ക, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, ദോസ്തി ദോസ്തി പക്ക പക്ക. ഇക്ക ഇയാളെന്ന് വീണ്ടും അയാൾ പറയാൻ തുടങ്ങുമ്പോൾ അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ് റഷീദ്. റഷീദ് അയാളെ ഓട്ടോയിലേക്ക് കയറ്റിയപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ആരാ ഇക്ക അയാള്? ബ്ലേഡ് സത്യഭാമയുടെ മകനാണ് വിഷ്ണു. തുടക്കാൻ നിന്നാലേ പണി പാളും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷം അയാളെയും കൂട്ടി ഓട്ടോ എടുത്ത് പോവുകയാണ് റഷീദ്. വിഷ്ണു ശാലിനിയോട് പറയുകയാണ്, അപ്പോൾ ഇയാൾ സ്കൂട്ടി എടുത്ത് പൊയ്ക്കോ, എല്ലാം ഓക്കെ.
വിഷ്ണുവിന് താങ്ക്സ് പറഞ്ഞ് സ്കൂട്ടി സ്റ്റാർട്ട് ആക്കുകയാണ് ശാലിനി. പക്ഷെ സ്റ്റാർട്ട് ആകുന്നില്ല. സെൽഫ് എടുക്കാത്തതിനാൽ കിക്കറടിച്ച് നോക്കുകയാണ് ശാലിനി. പക്ഷെ എന്നിട്ടും സ്റ്റാർട്ട് ആകുന്നില്ല. വിഷ്ണു പറയുകയാണ്, അതെ, വീണപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും. ഡാ കമല, ഒന്ന് ശരിയാക്കി കൊടുക്കണമല്ലോ. അന്നേരം കമലൻ പറയുകയാണ്, ഏറ്റാശാനെ, വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കിയിട്ട് ഞാൻ കുടുംബശ്രീയിൽ എത്തിച്ചോളാം. ഏയ് അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് ശാലിനി. വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ് ശാലിനി. ശാലിനിയുടെ പ്രവൃത്തികളൊക്കെ കണ്ട് ചിരിക്കുകയാണ് വിഷ്ണു. വിഷ്ണു പറയുകയാണ്, എന്റെ ശാലിനി, ഇയാൾക്ക് എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനുണ്ടെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. കൂടുതലൊന്നും ആലോചിക്കേണ്ട, വന്ന് കേറ്. കാര്യം നടക്കട്ടെടോ. മറ്റു വഴിയൊന്നുമില്ലാതെ സ്കൂട്ടിയിൽ നിന്നും പേഴ്സും എടുത്ത് വിഷ്ണുവിന്റെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ശാലിനി. ഇത് കണ്ട് കമലൻ പറയുകയാണ്, ഇതൊരു ശുഭലക്ഷണമാണ്. ഈ യാത്ര കഴിയും മുൻപ് രണ്ടെണ്ണവും ഒരു ലൈനിൽ ആയാൽ മതിയായിരുന്നു. എന്റെ ഭഗവാനെ എന്ന് വിളിക്കുകയാണ് കമലൻ. അന്നേരം ശാലിനിയും കൂട്ടി വിഷ്ണു അവിടെ നിന്നും പോവുകയാണ്. വണ്ടിയിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ്, എന്താടോ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? തനിക്കൊന്നുമില്ലേ സംസാരിക്കാൻ? ചിരിച്ചുകൊണ്ട് താങ്ക്സ് എന്ന് പറയുകയാണ് ശാലിനി. വിഷ്ണു ചോദിക്കുകയാണ്, താങ്ക്സോ? അതെന്തിന്? ആ റാസ്കൽസിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചതിന്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ഇയാള് വലിയ ധൈര്യശാലിയല്ലേ ചാൻസി റാണി? എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. ഞാൻ എന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ടുള്ള പ്രതികരണമൊക്കെ കുറച്ചു. ഇനിയെല്ലാം നിയമത്തിന്റെ വഴിയിലാണ്. ഇയാൾ എന്നെ കൊണ്ടാക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷനിലേക്കോ? അതെന്തിനാ? ഒരു വൃത്തികെട്ട മനുഷ്യനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ. പോലീസുകാരെയൊക്കെ വളച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരുത്തനാണ്. സ്റ്റേഷനിൽ നിന്നും നീതി കിട്ടിയില്ലെങ്കിൽ കമ്മീഷണർക്കും DGPക്കും കൊടുക്കും ഞാൻ പരാതി. വെരി ഗുഡ്. താൻ കംപ്ലൈന്റ് കൊടുക്കുന്ന ആള് ഉടൻ തന്നെ ജയിലിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞ് ശാലിനിക്ക് കൈ കൊടുക്കുകയാണ് വിഷ്ണു. താങ്ക് യു എന്ന് ശാലിനിയും പറയുന്നു. ശാലിനി ചോദിക്കുകയാണ്, അല്ല, ഒന്ന് ചോദിക്കാൻ വിട്ടോ, ആ ഗുണ്ടകളൊക്കെ എന്തിനാ ഇയാളെ കണ്ടപ്പോൾ പേടിച്ചത്? വിഷ്ണു പറയുകയാണ്, അതിപ്പോ അന്യായം ചെയ്യുന്നവർക്കൊക്കെ ഒരു പേടി ഉണ്ടാകില്ലേ? പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടാകുമ്പോൾ. അതങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ അന്യായം കാണുന്ന സ്ഥലത്തെല്ലാം ഇയാൾ പറന്നെത്തുമോ? സൂപ്പർമാനാണോ അതോ മിന്നൽ മുരളിയോ? വിഷ്ണു പറയുകയാണ്, പേരെന്തു വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഒരാപത്ത് വരുമ്പോൾ ഒരാൾ തുണയ്ക്കെത്തും എന്നുള്ള വിശ്വാസം ഉണ്ടായാൽ മതി. അല്ലെങ്കിലും ഒരു വിശ്വാസത്തിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ശാലിനി ചോദിക്കുകയാണ്, വലിയ തത്വജ്ഞാനി ആണല്ലോ. അതെ, ചിലപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടല്ലേ നമുക്ക് തത്വം പറയാൻ പറ്റൂ. വിഷ്ണുവിന്റെ സംസാരം കേട്ട് ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ വളരെ വേണ്ടപ്പെട്ട ആളാണോ ഇയാൾക്ക്? എന്താ അങ്ങനെ തോന്നുന്നില്ലേ തനിക്ക്? ചിരിച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്ന ശാലിനിയോട് വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ്, ഉത്തരം കിട്ടിയില്ല? ഓക്കെ, ശരി, പറയുന്നില്ലെങ്കിൽ പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്തോളാം. ശാലിനിയുടെ ചിരിച്ചുകൊണ്ടുള്ള മുഖം കണ്ടിട്ട് വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, എല്ലാം എല്ലായ്പ്പോഴും എല്ലാവരോടും അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ എനിക്കറിയാം നിന്റെ കണ്ണുകളിൽ കാണുന്ന ഈ തിളക്കത്തിന്റെ അർത്ഥം എന്താണെന്ന്. അതുമതി എനിക്ക്. ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചോളും. അതെനിക്ക് വിശ്വാസമാണ്. അപ്പോഴേക്കും വിഷ്ണുവിന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വണ്ടി നിർത്തിയ ശേഷം വിഷ്ണു ചോദിക്കുകയാണ്, അതെ, ഇതുവരെ പറഞ്ഞില്ലല്ലോ ആർക്കെതിരായിട്ടാണ് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നതെന്ന്? അതൊക്കെയുണ്ട്. ആക്ച്വലി പരാതിക്കാരി ഞാനല്ല, നമ്മുടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ശാന്തേച്ചിയാണ്. അവരുടെ ഭർത്താവിനെ പണം ചോദിച്ച് ഒരാൾ ശല്യം ചെയ്യുന്നു. ഓ, അങ്ങനാണോ? ആളെ നമുക്ക് അയാളെ ഇടിച്ചു പിഴിഞ്ഞ് അച്ചാറിട്ടേക്കാം. ആളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അക്കാര്യത്തിൽ എനിക്ക് ഇയാളെ നല്ല സംശയമുണ്ട് കേട്ടോ. എന്നെയോ? എന്തിനെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നൊരിക്കൽ ഇയാൾ പറഞ്ഞില്ലേ പോലീസിനെ പേടിയാണെന്ന്? അവരുടെ കയ്യില് മുട്ടൻ വടിയുണ്ട്, ഇടിക്കുമെന്നൊക്കെ. എന്നാൽ അതേ ഇയാള് ഇന്ന് ആ ഓട്ടോക്കാരന്റെ ശിങ്കിടിയെ എന്തൊരു ഇടിയാണ് ഇടിച്ചത്. സത്യത്തിൽ ഇയാൾ ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കറക്റ്റ്, അതാണ് എന്നും ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിന്റെ ആ മറുപടി കേട്ട് ശാലിനി ചോദിക്കുകയാണ്, അതെ, ഫിലോസഫി പറയാതെ ഉത്തരം പറഞ്ഞേ. എന്താ തന്റെ ജോലി? ഞാൻ എന്റെ അമ്മയെ സഹായിക്കുന്നു. ശരി, അമ്മയ്ക്ക് എന്താ ജോലി? തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ല. ഇയാള് ഭയങ്കര കോമഡിയാണല്ലോ. ഈ സൈസ് ഇവിടെ എടുക്കില്ല കേട്ടല്ലോ. ഏതായാലും ഇയാൾ റോഡിൽ നടത്തിയ കാര്യങ്ങൾ ഒത്തിരി കടന്ന കൈയാണ്. നിയമം കയ്യിലെടുക്കാൻ ഇവിടെ ആർക്കും അധികാരം ഇല്ല. അതിന്റെയൊക്കെ വകുപ്പ് ഏതാണെന്ന് അറിയാമോ ഇയാൾക്ക്? ഓ ബെസ്റ്റ്, ഞാനത് കയ്യിലെടുത്തില്ലായിരുന്നെങ്കിലേ ഇയാളെ അവര് പപ്പടം ആക്കിയേനെ. എടോ, അവര് നിയമം കയ്യിലെടുക്കാൻ പോവുകയാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനു മുൻപേ അതങ്ങ് ചാടിയെടുത്തു എന്ന് കരുതിയാൽ മതി. ചമ്മയിരിക്കുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ്, ദേ, തൽക്കാലം പോയി സ്വന്തം കാര്യം നടത്തിക്കാൻ നോക്ക്. പിന്നെ ഞാൻ വരണോ സ്റ്റേഷനിലേക്ക്?
വേണ്ട, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് സാറേ അവരിവിടെ ഇരിക്കുന്നത്. ഓ ശരി, എന്നാൽ ഓക്കെ എന്ന് പറയുകയാണ് വിഷ്ണു. വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ്, അതെ, ഇനി എപ്പോഴാണ് കാണുന്നത്? കാണാനോ? അങ്ങനെയൊക്കെ നിർബന്ധമുണ്ടോ കാണണമെന്ന്? അല്ല, ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക്. എത്രയും ആയ സ്ഥിതിക്ക് എന്ന് ചോദിക്കുകയാണ് ശാലിനി. ഇയാള് വണ്ടി വിട്ടാട്ടെ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. കാണാൻ നടക്കുന്ന ഒരാള് എന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ശാലിനി. ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, നമ്മൾ തമ്മിൽ കാണുമ്പോളെ, ഇന്ന് നീ എന്റെ വണ്ടിയിൽ കയറി, നാളെ നീ എന്റെ വീട്ടിൽ കയറും, എന്റെ പെണ്ണായിട്ട്, അതെനിക്ക് ഉറപ്പാണ്. ശാലിനി സ്റ്റേഷനിലേക്ക് കയറിപ്പോയ ശേഷം അവിടെ നിന്നും വണ്ടി എടുത്തു പോവുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പോയി തിരികെ വീട്ടിലെത്തുന്ന സത്യഭാമയാണ്. അന്നേരം തന്റെ വീട്ടിൽ രാജേശ്വരിയെ കണ്ട് ഒന്ന് നോക്കുകയാണ് സത്യഭാമ. മുന്നോട്ട് വന്ന രാജേശ്വരി പറയുകയാണ്, നമസ്കാരം, സത്യാമ്മ അമ്പലത്തിൽ പോയതുകൊണ്ട് ഞാൻ കാത്തിരിക്കുവായിരുന്നു. ഇതൊക്കെ അകത്തുനിന്ന് രാഘവൻ നായർ ശ്രദ്ധിക്കുകയാണ്. എന്തോ വ്രതം തുടങ്ങാൻ പോവുകയാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ആ, എല്ലാ മാസവും പതിവുള്ളതാണ്. പ്രാർത്ഥനകളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നിട്ടും ഈ ഉള്ളവളുടെ പ്രാർത്ഥന കേൾക്കാത്തതിൽ സത്യാമ്മയോട് എനിക്ക് വിഷമമുണ്ട്. അത് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ. മനസ്സിലായില്ല, രാജേശ്വരി എന്താണ് ഉദ്ദേശിക്കുന്നത്? പണം, പദവി, ഐശ്വര്യം, ഇതൊക്കെയല്ലേ സാധാരണ ദൈവത്തോട് നമ്മൾ ചോദിക്കാറുള്ളത്? പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ പദവിയും ഐശ്വര്യവും ഒക്കെ. പണമില്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് ചുരുക്കം. പക്ഷേ കൂടുതൽ പണം വേണം എന്നല്ല സത്യാമ്മ എന്റെ പ്രാർത്ഥന. അന്യർ തട്ടിപ്പറിച്ചെടുത്തത് തിരിച്ചു കിട്ടാനാണ്. എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ ഭൂമി തിരിച്ചു കിട്ടുന്നത് സംബന്ധിച്ച് ഇതുവരെ സത്യാമ്മ ഒരു തീരുമാനം എടുത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്കതിൽ ചില സംശയങ്ങളുണ്ട് രാജേശ്വരി. സംശയമോ? എന്തിനെ പറ്റി? സത്യഭാമ പറയുകയാണ്, പല കാര്യങ്ങളെ പറ്റിയും. ശരി, ആയിക്കോട്ടെ, സത്യാമ്മയുടെ സംശയങ്ങൾ സത്യാമ്മ തന്നെ തീർത്താലേ പറ്റൂ. പക്ഷെ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് അർഹിക്കപ്പെടേണ്ട നീതിയാണ്. അത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇതിപ്പോ നാളെ കുറേയായി, ഓരോ തവണയും ഓരോ ഒഴിവ് കഴിവുകളാണ്. ഞാൻ കേട്ടിരിക്കുന്ന സത്യാമ്മ വെട്ടൊന്ന് മുറിരണ്ട് എന്ന നിലയിൽ നീതി നടപ്പാക്കുന്ന ആളായിരുന്നു. ഈ കേസിൽ മാത്രം എന്താണ് സത്യാമ്മ ഇങ്ങനെ പെരുമാറുന്നത്? ജീവിതത്തിൽ ആദ്യമായി സ്വന്തം പ്രതിജ്ഞയും കർത്തവ്യവും അടിയറ വയ്ക്കുകയാണോ സത്യഭാമ? ഒരിക്കലുമല്ല. ഇന്ന് തന്നെ ഇതിനൊരു തീർപ്പുണ്ടാക്കിയിരിക്കും രാജേശ്വരി. പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ ഗോപാലകൃഷ്ണന്റെ സ്ഥലത്തേക്ക്. മറ്റാരുമല്ല, ഇന്നിപ്പോൾ സത്യഭാമ തന്നെ നേരിട്ട് വരികയാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് സത്യഭാമ. രാജേശ്വരി പറയുകയാണ്, ഇപ്പോഴാണ് സത്യാമ്മ സത്യഭാമയായത്. അകത്തേക്ക് വന്ന സത്യഭാമയോട് രാഘവൻ നായർ പറയുകയാണ്, ഞാനെല്ലാം കേട്ടു. സത്യഭാമ, ഇതെന്തിന്റെ പുറപ്പാടാണ്? ആ സ്ത്രീയെ പറ്റി വിഷ്ണു മുൻപ് പറഞ്ഞതൊന്നും വിശ്വാസമായില്ലേ നിനക്ക്? വാങ്ങിച്ച പണം തിരികെ കൊടുത്ത് പറഞ്ഞു വിടവളെ, അതാണ് നമുക്ക് നല്ലത്. വിഷ്ണു പറഞ്ഞത് വിശ്വാസമാവാഞ്ഞിട്ടല്ല രാഘവേട്ട. പക്ഷേ എല്ലാ വിശ്വാസത്തിനും ഒരു അടിത്തറയുണ്ടാവണ്ടേ? മുൻപ് രാജേശ്വരി ഈ നടയിൽ വന്ന് വെറുതെ എന്തെങ്കിലും അല്ല വിളിച്ചു പറഞ്ഞത്. സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ പറ്റി അപഖ്യാതി പറയുകയായിരുന്നു അവൾ. ആ ചായക്കടക്കാരിയുടെ മകളുമായി അവൻ അടുപ്പത്തിലാണെന്ന്. പക്ഷെ ആ പറഞ്ഞതെല്ലാം ഭൂമി ചുളുവിൽ സ്വന്തമാക്കാനുള്ള അവരുടെ തന്ത്രമാണെന്നാണ് വിഷ്ണു പറഞ്ഞത്. രണ്ടിലൊരാൾ പറയുന്നത് കള്ളമാണെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? കള്ളം പറയുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി രാജേശ്വരിയാണ് നുണ പറഞ്ഞതെങ്കിൽ അവളുടെ വാ അടച്ചു മൂടണം ഇന്ന് തന്നെ. ഇനി കള്ളം പറഞ്ഞത് വിഷ്ണുവാണെങ്കിൽ നമുക്കിനി അങ്ങനെ ഒരു മകൻ ഇല്ല. അത് കേട്ട് ഭാമയെന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ. സത്യഭാമയ്ക്ക് നാടിനും വീടിനും ഒരേ നീതിയാണ്. നെല്ലും പതിരും തിരിച്ചറിയണമെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് നേരിട്ട് ചെന്നേ പറ്റൂ. ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാം. തൽക്കാലം ഞാൻ പോയിട്ട് വരാം. ശരിയെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് സത്യഭാമ. പുറത്തേക്ക് വന്ന സത്യഭാമ രാജേശ്വരിയോട് പറയുകയാണ്, ഇറങ്ങാം രാജേശ്വരി, ഇന്ന് ഇതിനൊരു തീരുമാനം ആവുമല്ലോ അല്ലേ? സത്യഭാമ പറയുകയാണ്, നീതി എന്തായാലും അത് നടപ്പിലാക്കിയിരിക്കും. വരൂ എന്നും പറഞ്ഞു പോവുകയാണ് അവർ രണ്ടുപേരും. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലിരുന്ന് പരാതി എഴുതുന്ന ശാലിനിയാണ്. ഒരു കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, കൊച്ചിനെന്താ ഇപ്പോൾ പരാതി? കമന്റടിയോ അതോ പൂവാല ശല്യമോ? അതൊന്നും അല്ല സാർ, കൊള്ളപ്പലിശ പിരിക്കാൻ വീടാക്രമിക്കുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഗുണ്ടയ്ക്കെതിരെയാണ് എന്റെ ഈ പരാതി. ഇതാരാ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ് പോലീസുകാരൻ. ശാലിനി പറയുകയാണ്, ബ്ലേഡ് സത്യഭാമയുടെ മകൻ തന്നെ, നൊട്ടോറിയസ് ക്രിമിനൽ. അത് കേട്ട് ചുറ്റും നിന്ന എല്ലാ പോലീസുകാരും വന്ന് ശാലിനിയെ നോക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.